ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഒരുപാട് കോവിലകങ്ങളും മനകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. രാജഭരണം നടത്തിയിരുന്ന പല്ലവ വംശത്തിന്റെ പിൻതലമുറക്കാരുടെ എട്ടുകെട്ട് കാണാം ഇന്നത്തെ മച്ചകത്തിലൂടെ. ഇത് ആയിരനാഴി കോവിലകം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് മങ്കടയിലുള്ള ഈ കോവിലകം നിൽക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ആയിരനാഴിപ്പടി എന്നാണ്. 100-ൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള കോവിലകത്ത് പല്ലവ രാജവംശത്തിന്റെ പിൻഗാമികളാണ് താമസിക്കുന്നത്. പല്ലവ രാജവംശത്തിലെ മുൻതലമുറക്കാരാണ് കേരളത്തിലെത്തി വള്ളുവനാട് രാജ്യം സ്ഥാപിച്ചത്. കുടുംബത്തിലെ തലമുതിർന്ന തമ്പുരാൻ വള്ളുവ കോനാതിരി എന്നും ഏറ്റവും മുതിർന്ന തമ്പുരാട്ടി കൊളത്തൂർ തമ്പുരാട്ടി എന്നും അറിയപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ വരവോടെ രാജകുടുംബത്തിന് ഭരണാധികാരം നഷ്ടപ്പെട്ടെങ്കിലും പിൻതലമുറക്കാർക്ക് പേരിനൊപ്പം രാജ എന്ന സ്ഥാനപ്പേരുണ്ട്. 1950 വരെ എല്ലാ ദിവസവും കോവിലകത്ത് സാധുക്കൾക്കൊരു നേരം അന്നദാനം നടത്തിയിരുന്നു. ഇതിന് ഒരാഴ്ച ഉപയോഗിച്ചിരുന്നത് 1000 നാഴി അരിയായിരുന്നു. അതുപോലെ തന്നെ കോവിലകത്തിന്റെ ഭരദേവതയായ തിരുമാണ്ടാംകുന്ന് ഭഗവതിയുടെ പിറന്നാളാഘോഷ ദിനമായ കന്നിമാസത്തിലെ ആയില്യം നാളിൽ 1000 നാഴി അരിയുടെ പ്രസാദമൂട്ടുമുണ്ടായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് കോവിലകത്തിന് 1000 നാഴി കോവിലകം എന്ന പേര് വന്നത്. കോവിലകത്തിന്റെ 3 നിലയുള്ള പ്രധാന കെട്ടിടം നിൽക്കുന്നത് 85 സെന്റ് സ്ഥലത്താണ്. പടിഞ്ഞാറോട്ട് ദർശനമായുള്ള കോവിലകത്തിന്റെ പൂമുഖത്തിന്റെ മേൽക്കൂരയിൽ ചിത്രപ്പണികൾ കാണാം. വെള്ള കുമ്മായം കൊണ്ടുള്ള തൂണുകളുള്ള പൂമുഖത്ത് നിന്ന് കയറുന്നത് തളത്തിലേക്കാണ്. പഴയ പത്തായപ്പുരയിൽ നിന്നും പൊളിച്ചെടുത്ത വലിയ പത്തായം തളത്തിൽ വച്ചിരിക്കുന്നു. തളത്തിൽ നിന്ന് മനോഹരമായ നടുമുറ്റത്തേക്കെത്താം. നടുമുറ്റത്തിനു ചുറ്റും കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ കരിങ്കൽ തൂണുകളാണുള്ളത്. ഈ എട്ടുകെട്ടിന് പ്രധാന നടുമുറ്റവും ചെറിയ നടുമുറ്റവുമുണ്ട്. സമചതുരാകൃതിയിലുള്ള പ്രധാന നടുമുറ്റം ബ്രഹ്മസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. വിവാഹം, ഓണം, തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങൾ ഇവിടെ നടത്തപ്പെടുമ്പോൾ ദീർഘചതുരാകൃതിയിലുള്ള ചെറിയ നടുമുറ്റത്ത് പിതൃകർമ്മങ്ങൾ നടത്തുന്നു. സാധാരണയായി നടുമുറ്റത്തിന്റെ 2 ഭാഗങ്ങൾ മാത്രം ഉയർത്തിപ്പണിയുമ്പോൾ ഇവിടെ 4 ഭാഗങ്ങളും ഉയർത്തിയാണ് കെട്ടിടം മുകളിലേക്ക് പണിതിരിക്കുന്നത്. നടുമുറ്റത്തിന്റെ തെക്കുഭാഗത്തായുള്ള തെക്കിനിയിലാണ് തിരുമാണ്ടാംകുന്ന് ഭഗവതിക്ക് നടത്തുന്ന കളംപാട്ട്. പ്രകാശവും വായുവും സുഗമമായി കടന്നുവരാനുള്ള സൗകര്യത്തിനായി കോവിലകത്തിന്റെ വാതിലുകളും ജനലുകളുമെല്ലാം നേർക്കുനേരെയാണ് പണിതിരിക്കുന്നത്. വളരെ വലിപ്പവും കനവുമുള്ള വാതിലുകളും ജനലുകളുമാണ് കെട്ടിടത്തിനുള്ളത്. വെട്ടുകല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഭിത്തിയുടെ കനം 3/4 കോലാണ്. കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റെ വാസ്തുശാസ്ത്രമനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള എട്ടുകെട്ടിന്റെ താഴെ നിലയിൽ 9 മുറികൾ, 2 ഹാളുകൾ, അടുക്കള എന്നിവയും 2-ാം നിലയിൽ 13 മുറികളും 3 ലോക്കർ റൂമുകളുമാണുള്ളത്. മൂന്നാമത്തെ നില ഹാളായി ഉപയോഗിക്കുന്നു. സ്ത്രീകളുടെ പ്രസവാവശ്യത്തിനും മറ്റുമായി 3 മുറികൾ വേറെയും. ഈട്ടി, ഇരുമുൾ, പ്ലാവ് എന്നീ തടികളാണ് കോവിലകം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1921 മാപ്പിള ലഹളക്കാലത്ത് മറ്റു കോവിലകങ്ങളിലെയും ഇല്ലങ്ങളിലെയും ആളുകൾക്ക് അഭയം നൽകി സംരക്ഷിച്ചത് ഈ കോവിലകമായിരുന്നു. ചരിത്രവും പഴമയും ഇഴചേരുന്ന ആയിരനാഴി കോവിലകത്തു നിന്ന് പടിയിറങ്ങിയാലും നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും രാജവംശത്തിന്റെ ഉൾത്തുടിപ്പുകളോടെ 1000 നാഴി ഓർമ്മകൾ.